ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് ശേഷം നമുക്കറിയാവുന്ന ഉത്തർപ്രദേശിൽ വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടായി. ഉത്തർപ്രദേശിലെ BJPക്കകത്ത് വലിയ തോതിലുള്ള അസ്വാരസ്യം രൂപപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിനെതിരെ അവിടുത്തെ ഒരു വിഭാഗം ആളുകൾ കേന്ദ്ര നേതൃത്വത്തോട് പരാതിപ്പെടുന്നു. യോഗി ആദിത്യനാഥിൻ്റെ ഇടപെടലുണ്ടായില്ല എന്ന പരാമർശം എന്ന പരാതി ഉയർന്നു വരുന്നു. യോഗിക്ക് താല്പര്യമില്ലാത്ത ആളുകളെ അമിത്ഷാ കെട്ടിയിറക്കിയതുകൊണ്ട് യോഗി മത്സരിക്കാൻ വന്നവർക്ക് വേണ്ടി പ്രചരണത്തിൽ പോയില്ല എന്ന ആരോപണം വരുന്നു. അങ്ങനെ ആകെ കലങ്ങി മറിയുന്നുണ്ട് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യം. കാരണം മോദിക്ക് 3 ലക്ഷം വോട്ട് കുറഞ്ഞ സ്മൃതി ഇറാനി പരാജയപ്പെട്ട, ഫൈസാബാദിൽ പരാജയപ്പെട്ട, അങ്ങേയറ്റം എന്താ പറയുന്നത് ഹൃദയഭേദകമായ തോൽവി BJP ഏറ്റുവാങ്ങിയാലും. തമിഴ്നാട്ടിലേക്ക് വന്നാലും അണ്ണാമലൈ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഞെട്ടിക്കുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരു സീറ്റും സമാഹരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മുൻ സംസ്ഥാന അധ്യക്ഷ തമിഴിസൈ സൗന്ദരരാജൻ അയാൾക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. BJPയുടെ ചില നേതാക്കൾ തന്നെ അയാൾ വളരെ സമർത്ഥമായി കള്ളം പറയുകയാണ്, നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് വിമർശനമായി വരുന്നു. അമിത്ഷാ അതിൻ്റെ പേരിൽ തമിഴിസൈയെ പരസ്യമായി ശകാരിക്കുന്ന വീഡിയോ പുറത്തു വരുന്നു. അപ്പോൾ അത്ര സുഖകരമായ അനുഭവമല്ല BJPക്കകത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയിലും ഭാവിയും എന്തായിരിക്കും എന്നാണ് നമ്മൾ രണ്ടാമത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. അജിംസ് എന്താണ് തോന്നുന്നത്? BJPക്കകത്ത് കാര്യമായ ഒരു ചലനം ഉണ്ടാക്കാൻ ശേഷിയുള്ള സ്ഫോടനങ്ങളാണോ ഇത്? നമ്മളൊരു തെറ്റായ പ്രത്യയശാസ്ത്രം പേറുന്ന ഒരു പാർട്ടി, ഒരു സംഘടന, ആ സംഘടനയ്ക്ക് വിജയങ്ങളുണ്ടാവും എന്ന് പറയാൻ കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ പ്രത്യയശാസ്ത്രം പേറുന്ന ആ ഒരു പാത്രം. ആ പാത്രം എന്ന് പറഞ്ഞാൽ സംഘടനയാണ്. ആ സംഘടനയുടെ അച്ചടക്കം, കെട്ടുറപ്പ്, കേഡർ, ഇതാണ് അതിനെ വിജയിപ്പിക്കുക. അവർ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാവും, മറ്റു തരത്തിലുള്ള വിജയങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രത്യയശാസ്ത്രം എത്ര തെറ്റായിക്കോട്ടെ, മനുഷ്യത്വ വിരുദ്ധമായിക്കോട്ടെ, അത് എപ്പോഴാണ് തകരുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻഫൈറ്റ് വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇന്ത്യൻ ഫാഷിസത്തെക്കുറിച്ചുള്ള ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വിശ്വസനീയമായ നിരീക്ഷണം, ഇന്ത്യൻ ഫാഷിസം തകരുക അതിനകത്തുള്ള ഇൻഫൈറ്റ് കൊണ്ടായിരിക്കും എന്നാണ്. നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലെ കാര്യം ശ്രദ്ധിക്കുക. UPയിൽ ഏത് ആയുധം ഉപയോഗിച്ചാണ് UP അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ BJP ജയിച്ചത്? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UP BJP പിടിച്ചെടുത്തത് അതേ കാരണങ്ങൾ തിരിച്ചടിച്ചിട്ടാണ് BJP അവിടെ തകരുന്നത്. നമുക്കറിയാം, നമ്മൾ മുമ്പോടെ ചർച്ച ചെയ്തതാണ്. ഒന്ന്, ഈ കാസ്റ്റ് സമവാക്യങ്ങൾ, ജാതി സമവാക്യങ്ങളെ വളരെ സമർത്ഥമായി ആളുകൾക്കിടയിൽ ഡിവൈഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചുകൊണ്ട്, ആളുകളെ ഏകീകരിക്കാൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഹിന്ദു ഏകത എന്ന് പറയുന്നതിലേക്ക് ജാതികൾക്ക് അതീതമായി അവരെ ഏകത ഉണ്ടാക്കി മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചാണ് അവരവിടെ തെരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കിയത്. ഈ കുറി അത് നേരെ തിരിയുന്നു. ജാതികൾ വിഘടിച്ച് നിന്നുകൊണ്ട് ഹിന്ദുത്വ എന്ന ആശയത്തിനെതിരെ നിന്ന് വോട്ട് ചെയ്യുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അത് അയോധ്യയിൽ നാം കണ്ടു. 2013 മുസഫർ നഗർ കലാപമുണ്ടായ പശ്ചിമ UPയിൽ നാം കണ്ടു. പശ്ചിമ UPയിൽ വലിയ തിരിച്ചടി BJP ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പശ്ചിമ UPയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നം, സഞ്ജീവ് ബല്യാൻ എന്ന് പറയുന്ന അവിടുത്തെ പഴയ MP, പഴയ കേന്ദ്രമന്ത്രി, അദ്ദേഹം തോറ്റു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ തോക്കില്ലായിരുന്നു, അത് അവിടുത്തെ ഒരു മുൻ MLA സംഗീത് സോമനായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട പ്രചാരണ ചുമതല, അത് പാർട്ടി അന്വേഷിക്കണം, എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണം. അപ്പോൾ സംഗീത് സോം തിരിച്ചു പറയുന്നു, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ചുമതല ഉണ്ടായിരുന്ന അസംബ്ലി മണ്ഡലത്തേക്കാൾ കൂടുതൽ വോട്ടിന് സഞ്ജീവ് ബല്യാൻ പുറകിൽ പോയ പല സ്ഥലങ്ങളുമുണ്ട്. അദ്ദേഹം തോറ്റതിൻ്റെ കാരണം അദ്ദേഹം അഴിമതിക്കാരനാണ്, കുറ്റവാളികൾക്ക് സംരക്ഷണം നൽകുന്ന ആളാണ്, ഓസ്ട്രേലിയയിൽ 800 ഏക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ട്, അവിടെ നിക്ഷേപമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കുകയാണ്. അത് വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇങ്ങനെ പരസ്യമായൊരു വിഴുപ്പലൊക്കെ സാധാരണ BJP ഉണ്ടാവാറില്ല. അമിത്ഷാ അത് അനുവദിക്കാറില്ല. ഇതിപ്പോൾ അമിത്ഷാ അവിടെ ഇരുന്നിട്ടും അമിത്ഷാ അവിടെ ഇരിക്കുമ്പോൾ പോലും പരസ്പരം ഇത് പറയാനുള്ള ധൈര്യം അവർക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ ഇൻഫൈറ്റ് രൂക്ഷമാകാൻ തുടങ്ങുന്നതിൻ്റെ സൂചനയാണ്. കാരണം അല്ലെങ്കിൽ ഒരിക്കലും BJP അങ്ങനെ പരസ്പരം പഴിയായിരുന്ന നേതാക്കളെ വെച്ചുകൊണ്ടിരിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ UP കണ്ടുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് വന്നാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആന്ധ്ര മുഖ്യമന്ത്രിയുടെ സ്ഥാനാരോഹണ ചടങ്ങിനിടയിൽ അവിടെ മുൻ തെലങ്കാന ഗവർണർ കൂടിയായ BJPയുടെ തമിഴ്നാട് ഘടകം അധ്യക്ഷ കൂടിയായിരുന്ന തമിഴിസൈ സൗന്ദരരാജൻ കൈകൂപ്പി നടന്നു വരുമ്പോൾ അമിത്ഷാ അവരെ വിളിച്ചിട്ട് ശാസിക്കുന്നൊരു വീഡിയോ വൈറലായി. വളരെ രൂക്ഷമായ ഭാഷയിൽ അവർ ശാസിക്കുകയാണെന്ന് കണ്ടറിയാം. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ BJP തോറ്റു. തമിഴ്നാട്ടിൽ BJP തോറ്റു കഴിഞ്ഞപ്പോൾ തമിഴിസൈ സൗന്ദരരാജൻ്റെയും അണ്ണാമലയുടെയും നേതൃത്വത്തിൽ 2 ഗ്രൂപ്പുകൾ പരസ്പരം ചേരിതിരിഞ്ഞ് സാമൂഹിക മാധ്യമങ്ങളിൽ ചെളിവാരിയെറിയാണ്. തമിഴിസൈ സൗന്ദരരാജൻ അത് കഴിഞ്ഞ് ഈ ഭയങ്കര സോഷ്യൽ മീഡിയ ഫൈറ്റ് നടക്കുന്നതിനിടെ തന്നെ ഒരു തമിഴ് ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അവർ പറയുന്നുണ്ട്, AIADMK നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ BJPക്ക് കുറേ കൂടി സീറ്റുകൾ, ഒരു 35 സീറ്റിലെങ്കിലും നമുക്ക് ജയിക്കാമായിരുന്നു. ഗവർണറായിരിക്കുകയാണ് ഇതൊക്കെ പറയുന്നത്. അല്ലല്ല, അവർ മുൻ ഗവർണറാണ്. അവരെ സ്ഥാനം ഒഴിഞ്ഞിട്ടാണ് മത്സരിച്ചത്. അവർ ചെന്നൈ സൗത്ത് മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറയുന്നത് AIADMK പോകാനുള്ള കാരണം അണ്ണാമലയാണ് എന്നാണ് അവർ പരസ്യമായിട്ട് ആരോപിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും അമിത്ഷാ അവരെ ശാസിച്ചിട്ടുണ്ടാവുക.
ഇപ്പോൾ ഈ അണ്ണാമലയെക്കുറിച്ച് അണ്ണാമലയെ ഈ സ്ഥാനാരോഹണ ചടങ്ങിൻ്റെ സമയത്ത് അണ്ണാമലയെ നരേന്ദ്രമോദി പ്രശംസിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നമുക്ക് ഒറ്റയൊക്കെ പോൾ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നിരുന്ന നമുക്കിപ്പോൾ അപ്പോൾ എന്നുകൊണ്ട് 14% മറ്റാണ് പോൾ പെർസെൻറ്റേജ് അവർ അതിലേക്ക് ജമ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചു, വലിയ നേട്ടമാണെന്നാണ് പ്രശംസിച്ചിരുന്നു. അപ്പോൾ ഈ തമിഴിസൈ സൗന്ദരരാജൻ്റെയും മറ്റ് ചില നേതാക്കളുടെയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ ആരോപിക്കുന്ന അണ്ണാമലൈ വളരെ സമർത്ഥമായി കേന്ദ്ര നേതൃത്വത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതിന് അവർ പറയുന്നൊരു ഒരു കണക്കുണ്ട്. അതിന് കണക്കെന്ന് വെച്ചാൽ മുമ്പ് BJPയോടെ മത്സരിക്കുന്നത് AIADMKയുടെ കൂടെ സഖ്യശക്തിയായിട്ടാണ്. അപ്പോൾ അവിടെ 10-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് എപ്പോഴും BJP മത്സരിക്കുക. ഇക്കുറി അങ്ങനെയല്ല. ഇക്കുറി BJPയുടെ നേതൃത്വത്തിൽ വേറെ മുന്നണിയാണ്, ചെറുകക്ഷികളെ കൂട്ടി വേറെ മുന്നണിയാണ്. BJP 23 ഇടത്ത് മറ്റോ മത്സരിക്കുകയാണ്. അപ്പോൾ 4 ഇടത്ത് മത്സരിക്കുമ്പോഴുള്ള പോൾ പെർസെൻറ്റേജും 23 ഇടത്ത് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന പോൾ പെർസെൻറ്റേജും കാണിച്ച് കേന്ദ്ര നേതൃത്വം പറ്റിച്ചതാണ് അണ്ണാമലൈ എന്നാണ് മറ്റവരുടെ ആരോപണം. അത് ശരിയുമാണ്. കാരണം ഈ 12 ഇടത്ത് BJP 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അത് ശരിയാണ്. അത് വേണമെങ്കിൽ ഒരു നേട്ടമായിട്ട് പറയാം. 12 ഇടത്ത് BJP 2ാം സ്ഥാനത്ത് എത്തിയെന്ന് പറയുമ്പോൾ അപ്പോൾ കേരളത്തിൽ BJP 2ാം സ്ഥാനത്ത് എത്തി പല മണ്ഡലങ്ങളും 14 നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാമതെത്തി എന്ന് പറഞ്ഞാൽ ആശങ്കാകുലരാവില്ല. പക്ഷേ DMK തമിഴ്നാട്ടിൽ അങ്ങനെ ആശങ്കാകുലരാവുന്നില്ല. അതായത് ഈ 12 ഇടത്ത് BJP 2ാം സ്ഥാനത്ത് എത്തുന്നതിൽ DMK ആശങ്കയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ 4 or 5 സീറ്റിലൊഴികെ ബാക്കി എല്ലാ സീറ്റിലും DMK ജയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ജയിച്ചിട്ടുള്ളത് 1.5 ലക്ഷം വോട്ടിന് മുകളിലാണ് ഭൂരിപക്ഷം. അതായത് 4-5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് തമിഴ്നാട്ടിൽ DMKയുടെ ഒട്ടുമിക്ക സീറ്റുകളിലുള്ളത്, DMK അല്ല ഇന്ത്യ മുന്നണിയുടെ. അപ്പോൾ ഇനി 1 ലക്ഷത്തിൽ താഴെ വോട്ടിന് ജയിച്ച വളരെ കുറച്ചാണ് 4-5 സീറ്റുകളുണ്ട്. ആ 4-5 സീറ്റുകളിലൊന്നും 2ാം സ്ഥാനത്ത് BJP അല്ല. 2ാം സ്ഥാനത്ത് വരുന്ന AIADMK ആണ്, അല്ലെങ്കിൽ പാട്ടാളി മക്കൾ കക്ഷിയാണ്. NDAയുടെ തന്നെ ഭാഗമായ പാട്ടാളി മക്കൾ കക്ഷിയാണ് ഒരിടത്ത് 2ാം സ്ഥാനത്ത് വരുന്നത്. BJP ഒരിടത്തും 2ാം സ്ഥാനത്ത് വരുന്നില്ല. അതിൻ്റെ അർത്ഥം അവിടെ BJPക്ക് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് BJPക്ക് വോട്ട് വർദ്ധിച്ചതുകൊണ്ടല്ല, പകരം AIADMK വലിയ തോതിൽ ക്ഷീണിച്ചു പോയതുകൊണ്ടാണ്. AIADMKയുടെ വോട്ട് പെർസെൻറ്റേജ് വലിയ തോതിൽ ക്ഷീണിച്ചു പോയതുകൊണ്ടാണ് ഈ 2ാം സ്ഥാനത്ത് BJP വരാൻ കാരണം. അതല്ലാതെ ഒരിടത്തും ഈ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥലത്തും BJP അതിൻ്റെ പരിസരത്ത് പോലും ഇല്ല എന്ന് അറിയണം. അപ്പോൾ അതുകൊണ്ട് BJP അവിടെ വലിയ വിപ്ലവം ഉണ്ടാക്കി, വലിയ തോതിൽ വോട്ട് നേടി എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ അണ്ണാമലൈ അമിത്ഷായെ പറ്റിക്കുകയായിരുന്നു. അത് അമിത്ഷായ്ക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോഴും അമിത്ഷാ ശാസിക്കുന്നത് തമിഴിസൈ സൗന്ദരരാജനെയാണ്. അണ്ണാമലൈ ഇപ്പോഴും വിശ്വാസമാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ദിവസം എന്ത് തോന്നുന്നു? ഈ പറഞ്ഞ ഈ അധികാരം പാർട്ടികൾ നശിപ്പിക്കും, സാധാരണ പറയപ്പെടുന്ന കാര്യമാണ്. ഒരു UPയിലൊക്കെ നടക്കുന്ന അതായിരിക്കും. പക്ഷേ നിരാശയും പാർട്ടികൾ നശിപ്പിക്കും. അതാണ് തമിഴ്നാട്ടിൽ കാണുന്നത്. ഇപ്പോൾ അണ്ണാമലൈയുടെ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മൊത്തം സംസാരങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമുണ്ടല്ലോ. ഞാനൊരു വരവ് വരും, ഞാനിത് പഴയ സുരേഷ് ഗോപി സിനിമയിൽ ഞാൻ വന്ന് ഇത് പിടിച്ചെടുക്കും എന്നുള്ള പുള്ളിയുടെ ശരീരഭാഷയായിട്ട് വാക്കുകളായിട്ട് എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അത് കെട്ടിയിറക്കപ്പെട്ട ഒരാൾ, പോലീസ് ഓഫീസറായിരിക്കെ രാജിവെച്ചാണല്ലോ വരുന്നത്. കെട്ടിയിറക്കപ്പെട്ട ഒരാൾ തമിഴ്നാടിൻ്റെ ഇതെന്താണ്, തമിഴ്നാടിൻ്റെ കെമിസ്ട്രി എന്താണ് അറിയാത്ത ഒരാളാണ് എന്നൊരു സംഗതി നേരത്തെ തന്നെ അദ്ദേഹത്തിനെതിരെയുണ്ട്. പക്ഷെ ഞാനിതിലെല്ലാം ഇപ്പോൾ അജിംസ് വളരെ വിശദമായി അതിനെക്കുറിച്ച് പറഞ്ഞു. ഈ പറയുന്ന പലതരം സംഘടനാ പ്രശ്നങ്ങളൊക്കെ ഉള്ളതോടൊപ്പം ഇതിൻ്റെ എല്ലാം ഉള്ളിലൂടെ വർക്ക് ചെയ്യുന്ന നമ്മൾ കാണാത്തൊരു സംഗതിയുണ്ട്. അത് ജാതിയാണ്. അത് കേരളത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കള്ളപ്പണിക്കർക്കെതിരെ രംഗത്ത് വന്ന് കണ്ടില്ലേ? എന്താണ് കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ? കേരളത്തിലെ സംസ്ഥാന നേതൃത്വം എന്ന് പറയുമ്പോൾ ആർക്കെതിരെയാണ്? കേരളത്തിലെ ഈ സംസ്ഥാന നേതൃത്വത്തിലെ ഇത് ശ്രദ്ധിക്കുക. ആരൊക്കെയാണ് ഏതൊക്കെ വശങ്ങളിൽ നിൽക്കുന്നത് നോക്കുക. അപ്പോൾ മുരളീധരനും സുരേന്ദ്രനുമാണ് ഒരു ടാർഗറ്റായി നിൽക്കുന്നത്. അവരുടെ ജാതി ലൊക്കേറ്റ് ചെയ്യുക, അവർക്കെതിരെ നിൽക്കുന്ന സംഘത്തിൻ്റെ ജാതി ലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ഹിന്ദു ഏകത പറഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നൊരു സാധനമാണ്. അത് അജിംസ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഈ ഇന്ത്യ ലോകത്തെവിടെയാണെങ്കിലും ഈ പറയുന്ന സ്വേച്ഛാധിപത്യം തകരുന്നതിലെ പ്രധാന ഘടകം അതിന് ഇൻഫൈറ്റ് ആയിരിക്കും. ഇന്ത്യയിൽ ആ ഇൻഫൈറ്റിനെ ട്രിഗർ ചെയ്യുന്ന ഘടകം ജാതിയായിരിക്കും. അതിനെ മറികടക്കാൻ RSSനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നൊരു കാര്യം. യെസ്.